ഗായ്സ്, ഇപ്പം നമ്മളില്ലേ ഈ സെൻട്രൽ വാലി കൂടെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലത്തിന്റെ വരുന്ന മെൻഡോട്ട ഒരു ചെറിയൊരു സിറ്റി ആയിരിക്കും കേട്ടോ. ഇവിടെയൊക്കെ ഫുൾ കൃഷിയുടെ ഒരു കോൺസെൻട്രേഷൻ ആയിട്ടോ. എല്ലാ സൈഡിലും കൃഷിയാ. ഇതൊക്കെ ഏതോ ഫ്രൂട്ട് ട്രീസും. ഇവിടെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഓറഞ്ച് ട്രീസ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. നമ്മൾ ഓരോ സീസണിലൊക്കെ ചിലപ്പം പോകുമ്പോൾ ഇങ്ങനെ ഓറഞ്ചൊക്കെ ഇങ്ങനെ ഇഷ്ടം പോലെ ഇങ്ങനെ കിടക്കുന്നതാണാവേ. അതൊക്കെ ഒരു അല്ലേ. പിന്നെ ട്രക്കുകൾക്ക് മാത്രം ഒരു കുറവില്ല. ട്രക്കുകൾ മാത്രമേ ഉള്ളൂ ഈ റൂട്ടിൽ അല്ല. സെൻട്രൽ വാലിന്റെ വേറൊരു വ്യൂ ഉണ്ടോ? ഇങ്ങനെ കിടക്കുവാണേ സൈഡിലോട്ടും ഫ്രണ്ടിലോട്ടും. പിന്നെ ഇവിടുത്തെ റോഡ് ഞാൻ ഇങ്ങനെ കിടക്കാം, നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഡെഡ് സ്ട്രെയിറ്റ് ആണ്. നമ്മൾ വളവുകളും കാര്യമായിട്ട് ഒന്നുമില്ല പ്രത്യേകിച്ച്. ആകെ കുറച്ചൊരു എന്താ പറയുക സ്ലോപ്പ് ഉണ്ടെന്നേ ഉള്ളൂ. ചില സ്ഥലത്ത് കുറച്ച് ചെറിയൊരു കയറ്റം വരും. എന്നാലും മോസ്റ്റ്ലി ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. മൊത്തം ട്രക്കുകളാണ്. ഇപ്പൊ ഈ സൈഡിലോട്ട് നിങ്ങൾ നോക്കിയാൽ മൊത്തം ട്രക്കുകളുടെ ഒരു കഴിഞ്ഞാട്ടമാണ് മൊത്തത്തില്. അവിടെ ഈ റൂട്ടിന്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ റൂട്ട് 5 ഈ സെക്ഷനിലല്ലേ, ഈ സെൻട്രൽ വാലി സെക്ഷനിൽ റൂട്ട് 5 അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു മേജർ സിറ്റികളും ഇല്ല ഇതിൽ അലൈൻമെന്റിൽ. സിറ്റികളെല്ലാം പാരലായിട്ട് കിടക്കുവാണ്. ഈ ലെഫ്റ്റ് സൈഡിലോട്ട് അങ്ങോട്ട് ആ ഏരിയ കുറേ സിറ്റികളുണ്ടേ. അവിടെ വേറെ റൂട്ടാണ്, റൂട്ട് 99 എന്ന് പറയും, കാലിഫോർണിയ 99. അതിലൂടെ കുറേ സിറ്റികളുണ്ട്. നമുക്ക് ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മേഴ്സഡ് ഉണ്ട്, ഫ്രസ്നോ, പിന്നെ ബേക്കേഴ്സ് ഫീൽഡ് വരും. അങ്ങനെ കുറേ സിറ്റികളുണ്ട്. അപ്പോൾ അതൊരു ഫ്രീ വേ ആണ് ആ കാണുന്നത്. അത് റൂട്ട് 99 ആണ്. അപ്പോൾ അതും എടുക്കാവുന്ന ഓപ്ഷനാണ്. പക്ഷെ അതെടുത്ത് കഴിഞ്ഞാൽ കുറേ കൂടെ നമുക്ക് ട്രാഫിക് ഒക്കെ കിട്ടുമേ. ഇത് കണ്ടില്ല, ഇത് വേറെ കുറേ ടൈപ്പ് ട്രക്കുകളാണ്. ഇതിന് എന്തോ ഈ ചില ട്രക്കിൽ ഈ കോളൊക്കെ കൊണ്ടുവന്ന ടൈപ്പ് ട്രക്കുകളുണ്ടേ. ഈ മറ്റേ തെർമൽ എനർജിക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ള ഇതെന്നാ നടക്കരുത്. ഇതൊക്കെ മിക്കവാറും എനിക്ക് വന്ന വല്ല വെജിറ്റബിൾസ് ഒക്കെ കൊണ്ടുവന്നായിരിക്കും ഈ ഏരിയ കൂടെ. ഇതിൽ എഴുതും കൂടുതൽ. ചിലപ്പോൾ ചില സാധനങ്ങൾ ഓരോ സാധനങ്ങൾ എഴുതുവേ എന്തൊക്കെയാണേ. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഏതോ വേറെ ട്രക്കുകളാണ്, വേറെ ടൈപ്പ്. ഇത് നമ്മൾ ഈ ഓവർടേക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ ഭയങ്കര വിൻഡ് ബ്ലാസ്റ്റ് വരെ. അപ്പോൾ നമ്മുടെ വണ്ടി പെട്ടെന്ന് അങ്ങ് ഷിഫ്റ്റ് ആകാൻ സാധ്യതയുണ്ട്. ഇതുണ്ടല്ലോ, നമ്മൾ കുറച്ചും കൂടി ഇപ്പോൾ ഫ്രണ്ടിലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു മലയൊക്കെ ഫ്രണ്ടിലോട്ട് കാണാൻ പറ്റും. ആ ഒരു ഇപ്പം ഒന്നും ആയിട്ടില്ല. അവിടേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ലെഫ്റ്റിലോട്ട് നമ്മൾ തിരിഞ്ഞു പോകട്ടെ. നമ്മൾ ഇതാണല്ല നമ്മുടെ മെയിൻ റൂട്ട്. ഇതിലൂടെ കുറേ പോയിട്ട് ബേക്കേഴ്സ് ഫീൽഡ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് അവിടെ നിന്നാണ് നമ്മൾ ലാസ് വേഗസിലോട്ട് തിരിയുന്നൊരു ഏരിയ. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടിന്യൂ ഇങ്ങനെ ട്രക്കുകളെ ഓവർടേക്ക് ചെയ്ത് ഇങ്ങനെ പോവാണ്. ഇതിപ്പോൾ നമ്മളൊരു കുറേയും കൂടി അങ്ങോട്ട് ഡ്രൈവ് ചെയ്തു കേട്ടോ. ഒരു കുറച്ചുകൂടെ ഫർദർ പോയി. ഇനി നമുക്ക് ചാർജിങ് സ്റ്റോപ്പിലേക്ക് ഒരു 78 മൈൽസേ ഉള്ളൂ. 1 hour 10 minutes. ഈ ഏരിയ എന്നൊക്കെ പറഞ്ഞാലേ ഇവിടെ എനിക്ക് തോന്നുന്നത് ആൾക്കാർ താമസിക്കാൻ ഒരു ചാൻസും ഇല്ലാത്തൊരു സ്ഥലങ്ങളാട്ടോ ഇതൊക്കെ. ഭയങ്കര ഡ്രൈ. ഇവിടെയൊക്കെ പുറത്തെ ടെമ്പറേച്ചർ ഇപ്പം 90 ആയി. 90 എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിന് മുകളിലായി ഈ പുറത്തെ ടെമ്പറേച്ചർ. ഇത് നമ്മുടെ നാട്ടിലെ 30 ഡിഗ്രിയായിട്ട് കമ്പയർ ചെയ്യല്ല. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ നാട്ടിലെ പോലെ ഹ്യൂമിഡിറ്റി ഒന്നുമില്ല. ഭയങ്കര ഡ്രൈ ആണ്. നമ്മളൊരു ഹൈദരാബാദൊക്കെ പോലത്തെ ഒരു വെതർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ടെമ്പറേച്ചറിന് തന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് ഡീഹൈഡ്രേഷനൊക്കെ വരും. ഹ്യൂമിഡിറ്റി ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര അൺകംഫർട്ടബിളാണ് ഈ ഒരു വെതർ. അപ്പോൾ ഈ ഏരിയ ഞാനിപ്പോൾ കുറച്ച് നേരത്തെ ഒരു ബോർഡ് കണ്ടായിരുന്നേ. എന്നുവെച്ചാൽ നെക്സ്റ്റ് 24 മൈൽസ് ഇനിയിപ്പം ഗ്യാസ് സ്റ്റേഷൻ ഇല്ലാന്ന്. അപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ എങ്ങനെ ഗ്യാസ് തീർന്നു പോയാൽ പിന്നെ കുടുങ്ങി. പിന്നെ വേറെ വല്ല എന്താണ് പറയുക റിക്കവറി വല്ല വണ്ടിയോ ഗ്യാസായിട്ടൊക്കെ കൊണ്ടുവരലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. ഇതിന്റെ ട്രാഫിക്കും ഭയങ്കര ഡിഫറെന്റ് ഒരു പാറ്റേൺ ആണ് ഞാൻ കണ്ടത്. ചിലപ്പം ഭയങ്കര ഫ്രീ ആയിട്ട് വണ്ടി പോകും. ചിലപ്പോൾ ഇങ്ങനത്തെ ട്രക്കുകളൊക്കെ എത്തുമ്പോഴത്തേനും പിന്നെയും കുറച്ച് സ്റ്റക്കാവും. കണ്ടല്ലേ, കുറേ വണ്ടികൾ ഇങ്ങനെ സ്റ്റക്കായിരിക്കുന്നുണ്ടല്ലേ. അപ്പം ഇന്നൊക്കെ എനിക്കൊന്ന് അങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര റെയർ ആയിരിക്കും. കാരണം ഇപ്പം ട്യൂസ്ഡേ അല്ലേ. ട്യൂസ്ഡേ ഒക്കെ ആയതുകൊണ്ട് വളരെ റെയർ ആയിട്ടായിരിക്കും ആൾക്കാർ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം പൊതുവേ ഇതൊരു ലൈറ്റ് ട്രാഫിക് ആണെന്ന് ശരിക്കും പറഞ്ഞാൽ. ഇത് കണ്ടില്ലേ, എനിക്കത് ഫ്രണ്ടിലെങ്ങാനും വല്ല ഒരു സ്ലോ മൂവിങ് വണ്ടി ഉണ്ടാവേ. മെയിനായിട്ട് ഞാനേ ഈ ഏരിയ ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചാണേ. ഇത് കണ്ടില്ലേ, എല്ലാം ഡ്രൈ ആയിട്ട്. ഇപ്പം റോഡുകളുടെ ഇതല്ല, ഇത് ഇങ്ങോട്ട് പോകുന്ന ട്രാഫിക്കാണ്, സൗത്തിലോട്ട് പോകുന്നത് അല്ലേ. നോർത്തിലോട്ട് പോകുന്നത് ഇപ്പുറത്ത് കണ്ടില്ലേ, എന്നാ ഗ്യാപ്പാന്ന് നോക്കി ഇത് തമ്മിലായി. അപ്പം എനിക്ക് തോന്നുന്നു ഇവരത് പർപ്പസ്ഫുള്ളി ഇങ്ങനെ വിട്ടേക്കുന്നതാണ്. ഇപ്പം ഭാവിയിലേക്കൊക്കെ ഇത് എക്സ്പാൻഡ് ചെയ്യാനും ഒക്കെ ഇഷ്ടം പോലെ സ്ഥലമാണ് ഇതിപ്പോൾ. കാരണം ഇത് ജസ്റ്റ് 4 ലൈനേ ഉള്ളേ. ഒരു സൈഡിൽ 2 ലൈനും അപ്പുറത്തും 2 ലൈന്.
അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹൈവേയുടെ ഒരു എന്താണ് പറയുക പ്രോമിനൻസ് അല്ലേ, കാരണം ഇത് സിയാറ്റിൽ ടു ലോസ് ആഞ്ചലസ് ആണ്, സാൻ ഫ്രാൻസിസ്കോ ലോസ് ആഞ്ചലസ് റൂട്ടിലുള്ള ഹൈവേ ആണിത്. അപ്പോൾ ആ റൂട്ടിലുള്ള ഹൈവേ ആയിട്ട് ഇതൊരു 4 ലൈനേ ശരിക്കും ഉള്ളൂ അല്ലേ. അവിടെയൊക്കെ ഇഷ്ടം പോലെ അഗ്രികൾച്ചർ സ്ഥലങ്ങളാണ് ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ. ഗായ്സ്, ഇത് നമ്മളിപ്പം ഹാരിസ് റാഞ്ച് എന്ന് പറഞ്ഞ സ്ഥലമാണേ, ഹാരിസ് റാഞ്ച്. ഇതൊരു ഈ ഹൈവേയിലൊരു പിറ്റ് സ്റ്റോപ്പ് പോലത്തെ ഒരു സ്ഥലമാണ്. ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണ് ഹാരിസ് റാഞ്ച് എന്ന് പറയുന്ന സ്ഥലം. ഒരു പാം ട്രീസ് ഒക്കെ ഉണ്ട് അവിടെ. ഇവിടെ ഒരു ജനറലി അവിടെ കുറേ സൂപ്പർ ചാർജേഴ്സ് ഒക്കെ ഉണ്ട്. വലിയ കടകളും അങ്ങനെയൊന്നും ഇല്ല, ചെറിയ ഫുഡ് ഷോപ്സും പിന്നെ ഗ്യാസ് സ്റ്റേഷനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇതാണ് ഈ റൂട്ടിൻ്റെ പ്രത്യേകത. ഇങ്ങനെ ചെറിയ ചെറിയ ലോക്കൽ സംഭവങ്ങളുണ്ട്. ഇവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ കാര്യമായിട്ട് കുറച്ച് അങ്ങോട്ട് മാറിയിട്ടുണ്ടാവും ആൾക്കാർ, വീടുകളൊക്കെ. ഇവിടെ മെയിനായിട്ട് ഇവിടെ ഈ അഗ്രികൾച്ചറാണ്, കൃഷിയും പിന്നെ ഈ റൂട്ടും. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ലേ, കാരണം ഇതിൻ്റെ റൈറ്റിലോട്ട് ഈ മലകളായതുകൊണ്ടേ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടെ ആൾക്കാർ പൊതുവെ കുറവാണ് അല്ലേ. പിന്നെ നമ്മുടെ യൂഷ്വൽ ട്രക്കുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നു. ഡെഡ് സ്ട്രെയിറ്റ് ആണ് റൂട്ട്. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് വലിയ കർവും ഒന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല. അല്ലേ, അടുപ്പിച്ച് നമ്മൾ എത്ര ട്രക്കിനെ ഓവർടേക്ക് ചെയ്യുന്നതെന്ന്. ഇതിപ്പോൾ മെയിൻ ഇത് ഈ 2 ലൈൻ ആയതിൻ്റെ പ്രശ്നം കേട്ടോ. അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ലൈൻ ഉണ്ടാകുമ്പോൾ നമ്മൾ എത്രയ്ക്കും ഒരു കൺജഷൻ ഫീൽ ചെയ്യില്ലേ. പക്ഷെ നമ്മൾ സ്പീഡ് വലിയ പ്രശ്നമൊന്നുമില്ല. സ്പീഡ് എപ്പോഴും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു 65+ ഉണ്ട് എപ്പോഴും അല്ലേ. നമ്മൾ ട്രക്കിനെയൊക്കെ ഓവർടേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോയിൽ നമുക്ക് കാണാം അവിടെ അല്ലേ. ട്രക്കൊക്കെ ഡിറ്റക്ട് ചെയ്യും, ഇത് ഏതാണ് എന്ത് ടൈപ്പ് വെഹിക്കിളാണെന്നുള്ളത് FSD ഡിറ്റക്ട് ചെയ്യും. എന്നിട്ട് നമ്മളതിങ്ങനെ ഓവർടേക്ക് ചെയ്യും. മോസ്റ്റ്ലി നമ്മൾ ഈ കാണുന്ന കാറുകളെല്ലാം കുറേ നേരമായിട്ട് നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആയിട്ട് ഈ കാറുകളുണ്ടേ. അപ്പം ഇതിങ്ങനെ അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് പോവാണ്. അടുത്ത ട്രക്ക് ഇതിലെന്തോ പിസ്സേൻ്റെ ഒക്കെ ആഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിന്ന് മെയിനായിട്ട് ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്ന വേഗസിൽ നമ്മൾ എത്തുമ്പോഴത്തേനും ഒരു രാത്രിയാവും. കാരണം ഇനിയിപ്പോൾ അടുത്ത ഇവിടെ നോക്കി അറിയാം എത്ര മണിയാവും. ഒരു സെക്കൻഡ്, എനിക്ക് തോന്നുന്നു ഇതിൽ പറയുന്നത് 9:40 ആണ് ടൈം പറയുന്നത്. 9 PM 9:40 PM എന്ന് പറഞ്ഞാൽ അപ്പോൾ നല്ല ടൈമാവും. ഇപ്പോൾ ഇവിടെ 3:15 നമ്മളിന്ന് ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഒരു ഹോർസ് ഷൂ കസിനോ എന്ന് പറയും. അവിടുത്തെ ഒരു എന്ന് വെച്ചാൽ ടോപ്പ് ടിയർ കസിനോ അല്ല, ഒരു 3-4 സ്റ്റാർ ഹോട്ടലാണ്. പിന്നെ എനിക്ക് നല്ലൊരു ഡീൽ കിട്ടി, അതുകൊണ്ട് ഞാൻ പിന്നെ അതും എടുത്തതാണ്. നമ്മൾ പിന്നെ ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ട് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഹലോ ഗൈസ്, ഇതിപ്പോൾ നമുക്ക് ഇതിനിടയ്ക്കൊരു ചെറിയൊരു പണി കിട്ടി. എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ, ഇപ്പം കണ്ടില്ലേ ഒരു ടെസ്റ്റ് പൊടി പെട്ടെന്ന് ബ്ലോ ചെയ്താണ്ടോ. പിന്നെ ഈ ഒരു വണ്ടിയും രസമുണ്ട് കേട്ടോ. കാരണം ഈ വണ്ടി കുറേ നേരമായിട്ട് റോഡിൻ്റെ നടുവിൽ കൂടെയാണ് പോകുന്നത്. എനിക്ക് നാളെ ചിലപ്പോൾ ഇരുന്ന് ഉറങ്ങുമായിരിക്കും ചിലപ്പോൾ. അപ്പോൾ കുറേ നേരം ഇങ്ങനെ നടുവിൽ കൂടെ പോയി. ഇപ്പം പിന്നെ സൈഡ് ലൈനിലോട്ട് പോയി. ഈ ഒരു വാനില്ലേ, എന്താ അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാലേ, ഞാൻ ചെറുതായിട്ടൊരു ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നേ. ചെറുതായിട്ട് ഇങ്ങനെ ഒരു കണ്ണടച്ച് പോകുന്ന പോലെ അങ്ങനെ എനിക്ക് ഫീലിംഗ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഇതുമാരെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ടായിരുന്നു കുറേ നേരമായിട്ട്, ഓട്ടോമാറ്റിക്കായിട്ടാണല്ലോ. അപ്പോൾ അതിങ്ങനെ ഡിറ്റക്ട് ചെയ്തുകൊണ്ടേ കുറേ വാർണിംഗ് ഇങ്ങനെ തന്നേ. എന്നിട്ട് കുറേയും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ ഫോണൊന്ന് കയ്യിലെടുത്തേ. ഫോണൊന്ന് കയ്യിലെടുത്തപ്പോൾ പെട്ടെന്ന് ഇവന്മാരെന്നെ ഇതങ്ങ് എക്സിറ്റ് ആയിപ്പോയി. FSD പെട്ടെന്ന് റെഡ് വന്നിട്ട് അങ്ങനെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് 1-2 പ്രാവശ്യം മുന്നേ. അങ്ങനെ സംഭവിച്ച എൻ്റെ പ്രശ്നം പറ്റുമെന്ന് പറഞ്ഞാൽ, നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നത് വരെ നമുക്ക് FSD യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിനൊരു ഹാക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ, കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എക്സിറ്റ് എടുത്തിട്ട് ഞാൻ വണ്ടി പാർക്കിലിട്ടിട്ട് പിന്നെ തിരിച്ച് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു ഹാക്ക് ഉണ്ടോന്നു. ഇതുണ്ടല്ലോ, ഇവിടെ ഒരു പെട്രോൾ ബങ്ക് ഉണ്ടോ സൈഡിൽ. ഈ കാണുന്നൊരു പെട്രോൾ ബങ്ക് ഉണ്ട്. എനിക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരു ഈസി ട്രിപ്പ് എന്ന് പറഞ്ഞ് ആ ഒരു പഴയൊരു മെമ്മറി ഉണ്ട് എനിക്ക്. എന്ന് വെച്ചാൽ ഞാൻ 2016 എനിക്ക് തോന്നുന്നത്, 16 ആദ്യമായിട്ട് കാലിഫോർണിയ വന്ന ടൈമുണ്ടേ, ഒരു ഇന്റേൺഷിപ്പിനായിട്ട്. ആ സമയത്ത്
ഞാൻ ലോസ് ആഞ്ചലസിന് അന്ന് നമുക്ക് കാറൊന്നുമില്ല ഇവിടെ, എന്ന് വെച്ചാൽ ടെമ്പററി ആയിട്ട് വന്നതാണേ. കാറൊന്നും മേടിച്ചില്ല. അപ്പോൾ അന്ന് LAക്ക് ഞാൻ പോയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറിയിട്ടാണ്. എന്ന് വെച്ചാൽ ഇന്റർസിറ്റി പ്രൈവറ്റ് ബസ്സുകളുണ്ട് അവിടെ. അപ്പോൾ അതിൽ കയറിയിട്ടാണ് പോയത്. അപ്പോൾ അങ്ങനെ അതിൽ പോയപ്പോൾ അതിൻ്റെ ഒരു ഫുഡ് കഴിക്കാനുള്ള സ്റ്റോപ്പായിരുന്നു ആ കണ്ട പെട്രോൾ പമ്പ്. അത് ഓർമ്മയെന്ന് പറഞ്ഞാൽ അന്നേ ഞാൻ ഈ സ്ഥലം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ആ ബസ് ഒരു സ്ഥലത്തേ നിർത്തിയുള്ളൂ. അപ്പോൾ അത് ഞാൻ എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റിംഗിൽ എപ്പോഴും LA റൂട്ടിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ആ സ്ഥലം ഞാൻ എപ്പോഴും കാണും. ആ ഒരു പെട്രോൾ പമ്പും അന്ന് ഞാൻ അവിടെ നിർത്തിയ സ്ഥലവും അതങ്ങനെ ബസ്സൊക്കെ നിർത്തുന്ന ഒരു സ്ഥലമാണേ. അപ്പം അങ്ങനെ അപ്പം തിരിച്ച് പിന്നെ FSD നമ്മൾ തിരിച്ച് റീആക്ടിവേറ്റ് ചെയ്തു. FSDക്ക് എന്തോ റൂളുണ്ട്. എനിക്ക് തോന്നുന്നത് 4 or 5 പ്രാവശ്യം നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇത് FSDന്ന് ഒഴിവാക്കും, പ്രോഗ്രാമിൽ നിന്ന് എത്രയോ സസ്പെൻഡ് ചെയ്യും എത്രയോ കാലത്തേക്ക്. പക്ഷെ നമ്മൾ അധികം റിപ്പീറ്റ് ചെയ്തില്ലെങ്കിൽ അത് തന്നെ ഇറേസ് ആയി പോട്ടോ. എത്രയോ ഫ്യൂ ഡേയ്സ് കഴിയുമ്പോഴോ ഫ്യൂ വീക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കിതൊരു പ്രശ്നം വരാറില്ല. അങ്ങനെ ഇതൊരു വ്യത്യസ്തമായൊരു ട്രക്കാട്ടോ. ഒരു ട്രാഷ് പോലത്തെ എന്തോ സാധനം ക്യാരി ചെയ്യുന്നു, അറിയില്ല എന്താണ്. ഇത് നമ്മളിപ്പോ അങ്ങ് ഇത് കനാലിന്റെ ഒക്കെ സൈഡിൽ കൂടെ പോവാണ്. ഇവിടെ ഒരു കനാലുണ്ടായിരുന്നു സൈഡിൽ കൂടി. ഇവിടെ കൃഷിയൊക്കെ നടക്കുന്നത് ഈ കനാലുള്ളി, വേറെ ഒരു സോഴ്സ് ഇല്ല, കാരണം കാര്യമായിട്ട് മഴയില്ല. ഇത് കണ്ടു, ഈ ട്രക്കിൽ ഇതെന്താ ബോംബോ, ഇതെന്ത് സാധനം, ഇതെനിക്ക് നല്ല ടാങ്കോ എന്തോ സാധനം കൊണ്ടുപോകാട്ടോ. ഭയങ്കര ഹെവിയാ. അങ്ങനത്തെ 2 സാധനം ആകെ ഉള്ളൂ. ഭയങ്കര ഹെവി മെറ്റലിന്റെ എന്തോ ഒരു ടാങ്ക് കണ്ടാണേ. എനിക്ക് തോന്നുന്നത് ആ കാണുന്ന കൂട്ട് സാധനമായിരിക്കും. അവിടെയൊക്കെ കണ്ടില്ലേ. പക്ഷെ അത് കണ്ടിട്ട് ലൈറ്റ് വെയിറ്റ് പോലെ ഉണ്ടേ. നമ്മളിതിങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 27 മൈൽസ് ഉണ്ട് നമ്മുടെ സൂപ്പർ ചാർജർ, വണ്ടി ചാർജ് ചെയ്യാൻ. വണ്ടീന്റെ ചാർജ് ഇങ്ങനെ ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുക. ഇനി 75 മൈൽസും കൂടെ നമുക്ക് പോകാനുള്ള ചാർജുള്ളേ. ഇത് തന്നെ പ്ലാൻ ചെയ്യും നമ്മൾ, പ്രത്യേകിച്ച് പറയിടേണ്ട ആവശ്യമില്ല. അഥവാ ഇനി കൂടുതൽ സ്പീഡിൽ ഡ്രെയിൻ ചെയ്യുവാണെങ്കിൽ ഇവർ മാറ്റും. ഇനി കുറച്ചുകൂടെ അടുത്തുള്ള സൂപ്പർ ചാർജറിലോട്ട് നമ്മുടെ നാവിഗേഷൻ മാറ്റുമേ. നമ്മൾ ആ ഒരു കാര്യത്തിൽ ഇത് ഭയങ്കര സൂപ്പറാണ്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ചിലപ്പം ഈ ഗ്യാസ് സ്റ്റേഷനും അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യണമല്ലോ. അത് ഇവിടെ തന്നെ ആണെങ്കിലും US തന്നെ ആണെങ്കിലും നമ്മുടെ മറ്റേ സാധാരണ കാറാകുമ്പം ഗ്യാസ് സ്റ്റേഷനൊക്കെ നമ്മൾ ഒരു സെർച്ച് ചെയ്യലും എല്ലാം ഒരു മെനക്കേട് പിടിച്ച പരിപാടിയാണേ. ഇതെല്ലാം ഫുള്ളി പ്രീ പ്ലാൻഡ് ആണ്. ഇപ്പം നമ്മൾ ഈ ലാസ് വേഗാസ് ഞാൻ ഇട്ടപ്പം തന്നെ 2 സ്റ്റോപ്പുണ്ട്. ഒരു സ്റ്റോപ്പ് ഇതുവരെ മാറിയിട്ടില്ല. അത് ലോസ്റ്റ് ഹിൽസ് എന്ന് പറഞ്ഞ ചാർജിങ് സ്റ്റേഷനാണ് ഇട്ടത്. അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റേഷനും കൂടെ ഉണ്ട് നമുക്ക്. അത് കഴിഞ്ഞിട്ട് യെർമോ എന്ന് പറഞ്ഞൊരു സ്ഥലം. അതൊക്കെ സ്ഥലം പേര് കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് അങ്ങ് ലാസ് വേഗാസ് റൂട്ടിൽ ഔട്ടുള്ള ഏതോ ഒരു ചാർജറാണേ. എനിക്ക് നമുക്ക് അത് കഴിഞ്ഞിട്ട് ചിലപ്പം ചാർജ് ചെയ്യേണ്ടി വരുവേ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ വേഗസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചാർജ് കുറച്ച് ടൈറ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് വലിയ ആവശ്യമില്ല അവിടെ വണ്ടി കൊണ്ട് വലിയ ആവശ്യമില്ലേ. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കൂടുതൽ ഈ കസിനോസും റിസോർട്ട്സൊക്കെ കൂടുതൽ നടക്കാവുന്ന ദൂരത്തിലാണ്. വണ്ടി എടുത്തു കഴിഞ്ഞാൽ ട്രാഫിക്കിലൊക്കെ കുടുങ്ങി ആകെ മെനക്കേടാം. ഇതൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ എക്സിറ്റുകളാണ് ഈ കാണുന്നത്. ചെറിയ ചെറിയ എക്സിറ്റും ചിലപ്പം വല്ല ഫ്യൂവൽ സ്റ്റേഷനും അങ്ങനെയൊക്കെ ആയിരിക്കും മെയിനായിട്ട് ഈ റോഡിൽ. കണ്ടല്ലേ ഇവിടെ എന്തോ ഇവിടെ ഷെല്ലിൻ്റെ ഒരു ഗ്യാസ് സ്റ്റേഷൻ ഉണ്ടേ. അതിൻ്റെ കൂടെ എന്തെങ്കിലും റെസ്റ്റോറൻറ്റോ അങ്ങനെയൊക്കെ ആയിരിക്കും. നമുക്കിനി അടുത്ത ചാർജിങ് സ്റ്റോപ്പിൽ നിർത്തുമ്പോൾ അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഗായ്സ് ഇത് നോക്കിയേ, നമ്മൾ ഇപ്പോൾ ഫ്രണ്ടിൽ എനിക്ക് തോന്നുന്ന ഒരു 10 ട്രക്ക് ഇങ്ങനെ ലൈനായിട്ട് പോകുന്നുണ്ട്. 10 ട്രക്കാണോ എത്രയാണെന്നറിയില്ല, ഒരു 5-6 ട്രക്ക് മിനിമം ഉണ്ട്. അപ്പോൾ നമ്മൾ ഒറ്റ ഷോട്ടിൽ അതുങ്ങളെല്ലാം അങ്ങ് ഓവർടേക്ക് ചെയ്യാൻ പോവാം. നമുക്ക് നോക്കാം, നമുക്ക് കുറച്ചുകൂടെ സ്പീഡൊക്കെ കൂട്ടി അങ്ങ് പോവാം. ഇത് വേണമല്ലോ, ഒരു 85-ലെത്തി, 86 മൈലിലോട്ട് വിട്ടു. വാവ്, എത്ര ട്രക്കാന്ന് നോക്കിയേ. എല്ലാം ഒരേ സ്റ്റൈൽ, ഇങ്ങനത്തെ ഈ സെമൈ ട്രക്കുകളാണേ. നമ്മുടെ അത് മെസ്സാക്കി. ഒരു ട്രക്ക് ഓവർടേക്ക് ചെയ്യാൻ പോവാ. ഞാൻ വിചാരിച്ചു ഒറ്റയടിക്ക് എല്ലാവരും ഓവർടേക്ക് ചെയ്യാന്ന് വിചാരിച്ചു. അത് നമ്മുടെ സംഭവം കുളമാക്കി കേട്ടോ ഒരു ട്രക്ക്. എന്നാലും ഈ സ്ഥലവും ഇപ്പോൾ ആകെ ചേഞ്ച് ആയിട്ടോ. നേരത്തെയൊക്കെ ഫുൾ ഇങ്ങനെ കൃഷിയും കാര്യങ്ങളൊക്കെ അല്ലാന്നോ. ഇപ്പോൾ ഇതൊരു ഡെസേർട്ട് ടൈപ്പ് ഒരു ലാൻഡായി. എന്നാലും കുറച്ച് കൃഷിയുണ്ട്. സ്ഥലം ആകെ മാറി. നമ്മളിപ്പം 4.7 മൈൽസ് കൊണ്ട് നമ്മുടെ ചാർജിങ് സ്റ്റോപ്പ് എത്തുവേ. ഈ ട്രക്ക് ആകെ അലമ്പാട്ടോ. ഇത് കയറി അതിനെ ഓവർടേക്ക് ചെയ്യുന്നുമില്ല, അങ്ങനത്തെ ഒരവസ്ഥയാ.
കുഴപ്പമില്ല, ഇപ്പോൾ ശരിയാവായിരിക്കും.